ശംശായിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 21ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം യോവാക്യവും അന്നയും ഒന്നിച്ച് ഒരു വ്രതമെടുക്കുന്നു. ആ വ്രതത്തെക്കുറിച്ച് ദൈവത്തോട് ചെയ്യുന്ന ആ ഒരു ഉടമ്പടി, പ്രതിജ്ഞ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെടുത്തിരിക്കുന്നത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിലെ 1-ാം വോളിയം, അതിൻ്റെ തന്നെ 2ാമത്തെ ദർശനത്തിലാണ് നമ്മളിത് കാണുന്നത്. അവിടെ ആ വാഗ്ദാനം ഇവർ രണ്ടുപേരും വാഗ്ദാനം ചെയ്യുകയാണ് ദൈവത്തോട്. അവർ പരിശുദ്ധരാണ്, ആത്മാർത്ഥതയുള്ളവരാണ്, പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായിട്ട് വളരെ ഐക്യപ്പെടുന്നവരാണ്. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതാണ്. അതിൻ്റെ പുറകിലുള്ള ഒരു വശം, എപ്പോൾ ആ വാഗ്ദാനം ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് ചേർന്ന് പോകുന്നു, അപ്പോൾ അത് ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയായിരുന്നു വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യോവാക്യമിൻ്റെയും ആ പ്രതിജ്ഞയിൽ കൂടി ദൂരവ്യാപകമായ ഒരു പ്രതിഫലനം സൃഷ്ടിക്കപ്പെടുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയാണ്. പക്ഷെ അവരിൽ ജ്ഞാനം വളർന്നതുകൊണ്ട്, അവർ വിശുദ്ധരായതുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതോടൊപ്പം അത് രക്ഷാകര ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ ആ രക്ഷാകര ദൗത്യത്തിൽ മിശിഹായെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന അമ്മയായി തീരുകയാണ്. നമുക്കറിയാം, ലോകത്തിലും ധാരാളം സത്യപ്രതിജ്ഞകളും വാഗ്ദാനങ്ങളും, വിവാഹമെന്ന ഉടമ്പടി ആയിക്കോട്ടെ, സമർപ്പണ ജീവിതത്തിൻ്റെ വ്രതവാഗ്ദാനമായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ചെയ്യുന്ന ചില വാഗ്ദാനങ്ങൾ നമുക്ക് കാണാം. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ ആ നോഹയുടെ പേടകം വലിയ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ആ ലോകത്തോട്, പ്രപഞ്ചത്തോട് ദൈവം ചെയ്യുന്ന ഒരു വാഗ്ദാനം പോലെയാണ്. ഇനി ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വെള്ളപ്പൊക്കത്തിൽ കൂടി നശിപ്പിക്കുകയില്ല. 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ നമ്മളതിൻ്റെ അടയാളവും കാണുന്നുണ്ട്. ഒരു മഴവില്ല്. ആ മഴവില്ല് ദൈവം തരുന്ന ഒരു വാഗ്ദാനത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ ആ ജനത്തിനെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഈജിപ്തിലെ അടിമപ്പണി ചെയ്യുന്ന അവരുടെ രോദനം അത് ദൈവം കേൾക്കുകയാണ്. ദൈവം അതിന് പ്രതിസമ്മാനമായിട്ട് മോശയെ വിടുന്നു, അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ദൈവം പറയുന്ന അവിടെയും ഒരടയാളം പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ ഗ്രന്ഥം 3:12 നിങ്ങൾ അതിൻ്റെ അടയാളമായി ഈ മലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് ദൈവം മാനവരാശിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ധാരാളം നമുക്ക് ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ കാണാം. ഇനി നമുക്ക് യോവാക്യമിലും അന്നയിലേക്കും വന്നാൽ, അവർ ഒരു കൂടാര തിരുനാളിന് ഈ വാഗ്ദാനം സമർപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒരു പ്രത്യാശയോടെയാണ് പോകുന്നത്. അവർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു,
പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് തരുന്ന ശിശു അത് നിൻ്റേത് തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഒരു മാതൃത്വം പിതൃത്വത്തിൻ്റെ പൂർത്തീകരണത്തിനായി തരുന്ന ആ ശിശു നിൻ്റേത് തന്നെ ആയിരിക്കും. അതിനെ വളർത്തുന്ന ചുമതല മാത്രം കുഞ്ഞുനാളിൽ തന്നെ അതിനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കും, സന്തോഷത്തോടെ സമർപ്പിക്കും. ആ ശിശു ഞങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരനുഭവത്തിലേക്ക്, അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധരായിട്ടുള്ള ആത്മാർത്ഥതയുള്ളവരുടെ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന തന്നെ ജ്ഞാനത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. അവർ ജ്ഞാനത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഈ ജ്ഞാനമുള്ളവർക്ക് പലപ്പോഴും രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അത് ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടി പോലുമായിരിക്കും. ഈ സ്വപ്നത്തിൽ കൂടിയുള്ള വെളിപ്പെടുത്തലും അവൾക്ക് കിട്ടി. അവൾ ആ പ്രാർത്ഥിക്കുന്ന അന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. നീ അടുത്ത വർഷം 2 പ്രാവശ്യം വിശുദ്ധ ആ നാട്ടിലേക്ക് വരും. അതൊന്ന് നിന്റെ കുട്ടിയെ സമർപ്പിക്കുവാനായിരിക്കും. അപ്പം ഇതാണ് അവൾക്ക് സ്വപ്നത്തിൽ കൂടി കൊടുത്ത പ്രത്യാശ. ഈ പ്രത്യാശയെ യോവാക്യമും പ്രോത്സാഹിപ്പിക്കുകയാണ്. യോവാക്യം പറയുന്നുണ്ട്, നിന്നിൽ കൂടി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ അവർ പ്രത്യാശയിൽ കൂടുതൽ വളരുകയാണ്. നമുക്കറിയാം, അവർക്ക് എന്തുകൊണ്ട് കർത്താവ് ദൈവം ഈ അനുഗ്രഹം, ഈ കൃപാവരം കൊടുത്തു. കാരണം അവരിൽ പുണ്യങ്ങളുടെ നിറവുണ്ടായിരുന്നു. വിശുദ്ധ വിശ്വാസത്തിൻ്റെ പുണ്യം, പരമമായ സ്നേഹത്തിൻ്റെ പുണ്യം, പ്രതീക്ഷയുടെ പുണ്യം, ചാരിത്രശുദ്ധിയുടെ പുണ്യം, ഇതെല്ലാം അവരിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് കൊടുക്കുന്നതിൽ ദൈവത്തിന് ഒരു മടിയുമില്ലായിരുന്നു. നമുക്കും ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളും ആഗ്രഹിക്കേണ്ട, നമ്മളും ദൈവത്തോട് ഇങ്ങനെ സ്വാർത്ഥപരമല്ലാത്ത വാഗ്ദാനങ്ങൾ നടത്തുമ്പോൾ ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് മാത്രമല്ല, അത് ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ നമുക്കും അവർക്കുണ്ടായിരുന്നത് പോലെ ആ വിശുദ്ധമായ വിശ്വാസവും പരിപാവനമായ സ്നേഹവും വലിയ പ്രതീക്ഷയും അതുപോലെ ചാരിത്രശുദ്ധിയും ഇതെല്ലാം നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രേരണയാൽ, ആ ജ്ഞാനത്തിൻ്റെ ശക്തിയാൽ എല്ലാം ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അതിശ്രേഷ്ഠമായിരിക്കും. ആമേൻ.